അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ജിമെയിലില്, അതായത് നമ്മുടെ വിൻഡോസിലെ സിസ്റ്റത്തില് ജിമെയിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല്, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ നമുക്ക് ഒരാൾക്ക് മെയിൽ അയക്കാം എന്നാണ് ആദ്യം നോക്കുന്നത്. ഞാനിവിടെ റൺ ഡയലോഗ് ബോക്സ് www.gmail.com എന്ന് സെർച്ച് ചെയ്യുവാണ്. Run dialog, type the name W, select W, W, WWG, M, A, I, L, gmail.com. www.gmail.com എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നതോടുകൂടെ നമ്മൾ ജിമെയില് ക്രോമില് അല്ലെങ്കിൽ നിങ്ങൾ ഡിഫോൾട്ട് ബ്രൗസറിൽ ഓപ്പൺ. Desktop list, untitled Google Chrome. Gmail, graphic Google Workspace if you're having alert blank. Main landmark, primary property page, table, inbox 451, adishrammer@gmail.com, Gmail document blank. ഓക്കെ, നമുക്കിവിടെ എന്തായിട്ടുണ്ട്, ആ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ നാവിഗേഷൻ ആദ്യം നോക്കാം. നമ്മൾ ഏതൊരു വെബ് പേജിൽ എത്തിയാലും ആദ്യം കൺട്രോൾ ഹോം കൊടുക്കാൻ മറക്കരുത്. കൺട്രോൾ ഹോം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ബ്രൗസ് മോഡിലാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ബ്രൗസ് മോഡ് എന്ന് പറയുന്നത് ഇൻസേർട്ട് സ്പേസ് കൊടുത്തുകൊണ്ട് എനേബിൾ ചെയ്യേണ്ടതാണ്. ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഈ ഒരു വോയിസ് കേട്ടത് ഫോം മോഡാണ്, ഇത് ബ്രൗസ് മോഡാണ്. ഇത് ഫോം മോഡാണ്, ഇത് ബ്രൗസ് മോഡാണ്. ഓക്കെ, നമുക്കിവിടെ ബ്രൗസ് മോഡിൽ നിന്നിട്ട് എന്ത് ചെയ്യാം, കൺട്രോൾ ഹോം. ഞാനിവിടെ കൺട്രോൾ ഹോം കൊടുത്തു. നമുക്കിവിടെ ലെറ്റർ നാവിഗേഷൻ അവൈലബിൾ ആണ്. അതായത് ഈ വെബ് പേജിൽ ഒരുപാട് ബട്ടൺസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബട്ടൺസിലോട്ട് നമുക്ക് ബി യൂസ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും. ഈ വെബ് പേജിൽ ഒരുപാട് ലിങ്ക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിങ്ക്സിലൂടെ കെ യൂസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് ജിമെയിലില് നമുക്ക് എല്ലാവർക്കും അറിയാലോ, മെയിലുകൾ വന്നിട്ടുണ്ടാവും. മെയിലുകൾ വായിക്കാനും ആണല്ലോ നമ്മൾ ജിമെയിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മെയിലുകളിലോട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ് യൂസ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും. നമുക്കിവിടെ എന്തായാലും ആദ്യം തന്നെ ഒരാൾക്ക് എങ്ങനെ മെയിൽ അയക്കാം എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം നോക്കാം. ഞാനിവിടെ ഫോം മോഡ് എനേബിൾ ചെയ്യുവാണ്. ഇനി ഇവിടെ നമുക്ക് സി കൊടുത്ത് നോക്കാം. Compose, new message dialog, new message region, table, to add CC recipients, control. ഓക്കെ, നമ്മളിവിടെ കമ്പോസ് എന്നുള്ള ഒരു പേജിൽ, ആ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ഡിഫോൾട്ട് ഫോക്കസ് എവിടെയാന്ന് നോക്കാം. ടു റെസിപ്പിയന്റ് എന്ന് പറയുന്ന ഒരു കോംബോ ബോക്സിലാണ് നമ്മുടെ ഫോക്കസ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ആർക്കാണോ മെയിൽ അയക്കുന്നത്, നമ്മൾ ഒരാൾക്ക് എന്തായാലും ഒരാളില്ലാതെ നമുക്ക് മെയിൽ ഐ ഡി അയക്കാൻ പറ്റില്ല. അപ്പോ ഞാനിപ്പോ ഒരാളിന് മെയിൽ അയക്കുവാണ്. അത് ആർക്കാണോ കിട്ടേണ്ടത് അവരുടെ മെയിൽ ഐ ഡി ആണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഞാനിവിടെ എൻ്റെ ഒരു മെയിൽ ഐ ഡി കൊടുക്കും. എനിക്കിവിടെ സജഷൻ വന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സജഷൻ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് മെയിൽ ഐ ഡി എൻ്റർ ചെയ്താൽ മതിയാവും. എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ കേട്ടോ. അപ്പം അത് ഈ സജഷൻ വന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. സജഷൻ വന്നതെന്ന് പറയുന്നത്, നമ്മൾ ഒരാൾക്ക് ഇതിന് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ വാട്സപ്പില് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് പ്രാവശ്യം മെസ്സേജ് അയക്കാറുണ്ടല്ലോ. അതേപോലെ തന്നെ ജിമെയിലിൽ നമ്മൾ ഒരു മെയിലിൽ ഒരിക്കൽ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കൽ നമ്മൾ ആ ഒരു മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആ പഴയ ഒരു മെയിൽ ഐ ഡി നമുക്ക് സജഷൻ ആയിട്ട് വരും. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, മനസ്സിലായി. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു സജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ വേറൊരു 2 ഫീച്ചർ അല്ലെങ്കിൽ നമുക്കൊരു 3 ഫീച്ചറുകൾ പരിചയപ്പെടാം. ആ ഫീച്ചറിലോട്ട് പോകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ടാബ് കൊടുക്കാം. എന്നിട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഇവിടെ സെലക്ട് കോണ്ടാക്ട് എന്നാണ് നമ്മൾ ആദ്യം കേട്ടത്. സെലക്ട് കോണ്ടാക്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു കോണ്ടാക്ട് സെലക്ട് ചെയ്യാനാണ്. ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ജിമെയിലിൽ എങ്ങനെ ഒരു കോണ്ടാക്ട് വരും നമ്മൾ, അല്ലേ? നമ്മുടെ മൊബൈൽ ഫോണിൽ കോണ്ടാക്ട്സുകളുണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് കോണ്ടാക്ട്സ്. അപ്പൊ അതേപോലെ തന്നെയാണ് ജിമെയിലിൽ നമുക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരോ ആരോ ഏത് രീതിക്കായാലും നമ്മുടെ യൂസ് അനുസരിച്ച് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൽ ഐ ഡികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ സേവ് ചെയ്ത് വെക്കുന്ന മെയിൽ ഐ ഡീസ് നമുക്ക് ഈ സെലക്ട് കോണ്ടാക്ടിനകത്ത് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഇവിടെ നിന്ന് ഒരിക്കൽ കൂടി ഷിഫ്റ്റ് ടാബ് കൊടുത്തു നോക്കാം. ഓക്കെ, ആഡ്
BCC എന്നാണ് നമ്മൾ കേട്ടത്. ഒരിക്കൽ കൂടെ ഒന്ന് ഫോക്കസ് ചെക്ക് ചെയ്ത് Add നോക്കാം. BCC recipients. Control Shift V link focus link. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു സ്പീഡ് മനസ്സിലാവുന്നുണ്ടോ? NVIDIAയുടെ സ്പീഡ് കുറയ്ക്കുന്നോ? മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും. സംഗീത അറിയില്ല. സംഗീത സംഗീത മനസ്സിലാവുന്നുണ്ടടാ. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് എന്താണ് ഈ ആഡ് BCC എന്ന് പറയുന്നത്? വേറൊന്നുമല്ല, നമുക്കിപ്പോ ഒരു കമ്പനിയിൽ നമ്മൾ മാനേജർ ആണെന്ന് എന്ത് ചെയ്യുക, സങ്കല്പിക്കുക. നമുക്ക് ഒരുപാട് ആളുകൾക്ക് മെയിൽ അയക്കാനുണ്ടാകും അല്ലെ? ഈ മെയിൽ അയക്കുമ്പോൾ നമ്മുടെ പ്രൈവസിയുടെ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് പരസ്പരം അവരെ അറിയാൻ പാടില്ല നമ്മൾ ആർക്കൊക്കെയാണ് മെയിൽ ID അയക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു BCC ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു 100 പേർക്ക് മെയിൽ അയക്കുകയാണെങ്കിൽ ഈ 100 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കൊക്കെ നിങ്ങൾ മെയിൽ അയച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. അതിനാണ് ഈ ഒരു BCC ഉപയോഗിക്കുന്നത്. ഈ BCC എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതുമായിട്ട് ബന്ധമില്ലാതെ പോലെയാണല്ലേ. പക്ഷെ ഇതിനൊരു ഫുൾ ഫോം ഉണ്ട്. ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ് എന്തിനറിയുന്നത്, നമ്മുടെ BCCയെ അറിയപ്പെടുന്നത്. എന്താണ് നമ്മുടെ BCCയുടെ ഫുൾ ഫോം? ബ്ലൈൻഡ് കാർബൺ ഓക്കെ, ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ് BCCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നമുക്ക് ഇനി അടുത്ത് ഷിഫ്റ്റ് ടാബ് ഒരിക്കൽ ഇവിടെ കൊടുത്തു നോക്കാം. Add CC recipients. Control. ഫോക്കസ് നോക്കാം. Add CC recipients. Control Shift C link focus linked. ആഡ് CC എന്നാണ് പറഞ്ഞത്. ഈ ആഡ് CC എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കാർബൺ കോപ്പി. ഓക്കെ, അത് തന്നെയാണ് കാർബൺ കോപ്പി. ഓക്കെ ഓക്കെ, അത് അതിന്റെ ഫുൾ ഫോം ആണ്. ഞാൻ അത് സമ്മതിച്ചു. കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും അറിയാവോ? അതിനകത്ത് നമുക്ക് ആ. കുറെ പേര് ആഡ് ചെയ്തിട്ട് മെയിൽ അയക്കാൻ കഴിയും. പക്ഷെ ആർക്കൊക്കെ അയച്ചിട്ടുണ്ടെന്ന് അയക്കുന്നവർക്ക് അറിയാൻ കഴിയും. ഓക്കെ, അത് തന്നെയാണ് ഈ ആഡ് CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ കാർബൺ കോപ്പി എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പൊ ഈ കാർബൺ കോപ്പി യൂസ് ചെയ്തുകൊണ്ട് ഞാനൊരു 100 ആളിന് മെയിൽ അയക്കുകയാണെങ്കിൽ ഈ 100 പേർക്കും അറിയാൻ പറ്റും ഞാൻ ആർക്കൊക്കെ മെയിൽ അയക്കുന്നുണ്ടെന്ന്. നമുക്ക് ഒരു സമയത്ത് ഒരു മെയില് ഒരുപാട് ആളുകൾക്ക് അയക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കാർബൺ കോപ്പി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരസ്പരം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്ന ആളിന് അയച്ചിട്ടുണ്ട് എന്നല്ലെങ്കിൽ ഇപ്പോ സംഗീതന്റെ മെയിൽ വായിക്കുവാണെങ്കിൽ ഞാൻ അഞ്ജലിക്കും ഷാഹിമയ്ക്കും ഹരിപ്രിയയ്ക്കും എല്ലാവർക്കും ഞാൻ സംഗീതയ്ക്ക് അയച്ചപ്പോൾ തന്നെ മെയിൽ അയച്ചിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അതിനാണ് നമുക്ക് ഈ ഒരു CC എന്നുള്ളൊരു ഓപ്ഷൻ എന്ത് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് CCയിൽ ആരുടെയെങ്കിലും മെയിൽ ആഡ് ചെയ്ത് നോക്കിയാലോ? നമുക്ക് അതിനായിട്ട് CCയിൽ വന്നിട്ട് എൻ്റർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എൻ്റർ കൊടുക്കാം. CC row 2 search field list CC recipient. ഓക്കെ, CC റെസിപ്പിയന്റ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഒരു മെയിൽ ID കൊടുക്കാം. A M _O _S _F compose F Amos list _0 J _O _Y _000 at gmail.com _000 @000 GMA MIL .MC .O M ഇവിടെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഒരു മെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്തു. ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം, ഇവിടെ ഒരുപാട് മെയില് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെയാണല്ലേ, ഞാനിപ്പോ അജീഷ് ടോക്സ് ഒഫീഷ്യൽ @gmail.com എന്ന് എന്ത് ചെയ്തു, CCയിൽ ടൈപ്പ് ചെയ്തു എന്ന് കരുതുക. എനിക്കൊരു 10 പേരുടെ മെയിൽ ID എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ് ഒക്കെ വേർഡിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു സെന്റൻസ് തീർന്നിട്ട് അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, കോമ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ അജീഷ്, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ അജീഷ് ടോക്സ് ഒഫീഷ്യൽ @gmail.com കോമ അജീഷ് ഡ്രമ്മർ @gmail.com കോമ അമോസ് ജോയ് 000 @gmail.com കോമ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര മെയിൽ ID ഉണ്ടോ അതിലെല്ലാം കോമ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു മെയിൽ ID ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും അവസാനമുള്ള മെയിൽ IDക്ക് നിങ്ങൾ എന്ത് കൊടുക്കണ്ട, കോമ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാ മെയിൽ IDക്ക് ആദ്യം ഒരു 10 മെയിൽ അയക്കുവാണെങ്കിൽ അല്ലെങ്കിൽ 10 മെയിൽ ID ആഡ് ചെയ്യുവാണെങ്കിൽ ഒരു മെയിൽ ID തൊട്ട് 9ാമത്തെ മെയിൽ ID വരെ എന്ത് ചെയ്യണം, കോമ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. 10ാമത്തെ മെയിൽ IDക്ക് കോമ കൊടുക്കേണ്ട ആവശ്യമില്ല.
ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ എവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ബ്ലൈൻഡ് കാർബൺ കോപ്പിയിൽ ടൈപ്പ് ചെയ്യേണ്ട രീതിയും ഇതേപോലെ തന്നെയാണ്. അപ്പം ബ്ലൈൻഡ് കാർബൺ കോപ്പിയിലും അജീഷ് ബ്രഹ്മർ @gmail.com, അജീഷ് ടോക്സ് ഒഫീഷ്യൽ @gmail.com ഇങ്ങനെ തന്നെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. നമുക്കിനി വേറെ എന്തൊക്കെ നമുക്കൊരു മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അത്യാവശ്യമായിട്ട് ഇതിനകത്ത് നോക്കാം അല്ലേ. നമുക്കപ്പോ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തു? നമ്മൾ ഇവിടെ ഒരു മെയിൽ ഐ ഡി ആഡ് ചെയ്തു, ടു റെസിപ്പിയന്റ് ആഡ് ചെയ്തു, CC ആഡ് ചെയ്തു. നമുക്കിനി ടാബ് കൊടുത്തുകൊണ്ട് ഞാനിപ്പോ CCയിലാണ്, ആദ്യം നമ്മൾ ടു റെസിപ്പിയന്റ് കൊടുത്തു. ഓക്കെ എടാ ഒരു സംശയമാണ്. നമ്മളിപ്പോ ഓക്കെ CCയിൽ എത്തുമല്ലോ നമ്മള് ടാബ് കീ യൂസ് ചെയ്തോണ്ട്. ആ അപ്പൊ നമ്മള് യൂസ് നേരത്തെ ചെയ്തല്ല CCയിൽ വരുന്നത്. നമ്മൾ എവിടെയാണോ നിൽക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മളിപ്പോ ടു റെസിപ്പിയന്റിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ടാബ് കൊടുത്ത് CCയിൽ വരണം. അപ്പോഴ് നമ്മൾ അവിടെ വരുമ്പോഴേ ഞാൻ ചെയ്തതിന്റെ ഒരു ഇത് വെച്ച് പറയാം. ഞാൻ നേരത്തെ എന്റെ സിസ്റ്റത്തിൽ ചെയ്തപ്പോ CCയിൽ വന്നപ്പോ ഞാൻ എൻറ്റർ കൊടുക്കാതെ നേരെ ഡയറക്റ്റ് മെയിൽ ID കൊടുത്തിട്ട് ടാബ് യൂസ് ചെയ്ത് ഓരോന്നിൽ പോവുകയാണ് ചെയ്തത്. അവിടെ എൻറ്റർ കൊടുത്തില്ല. അപ്പൊ ഇതിൽ എന്തുകൊണ്ടായിരിക്കും എൻറ്റർ കൊടുത്തത്? ഓക്കെ, ഇതിന് ഞാനുള്ള ആൻസർ പറഞ്ഞുതരാം. നമ്മുടെ സിസ്റ്റത്തിൽ എൻറ്റർ കൊടുത്ത അതൊരു ലിങ്ക് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എൻറ്റർ കൊടുത്ത് ആക്റ്റീവ് ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എൻറ്റർ ചെയ്യാതെ ടൈപ്പ് ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ എന്റെ ഇതിൽ കൊടുത്തപ്പോ എൻറ്റർ കൊടുക്കാതെ നേരെ ആഡ് CC എന്ന് കേട്ടപ്പോ അവിടെ ഞാൻ മെയിൽ കൊടുത്തു. എന്നിട്ട് ടാബ് യൂസ് ചെയ്താണ് സബ്ജക്റ്റിലൊക്കെ പോയത്. ഞാൻ അവിടെ എൻറ്റർ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് എന്റെ സെൻഡ് ആയത്? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. നീ ആഡ് CC, ആഡ് PCC എന്ന് കേട്ടെടുത്തായിരിക്കണം നീ ടൈപ്പ് ചെയ്തത്. അതായത് നമ്മുടെ സിസ്റ്റങ്ങളിലെ ഇതൊരു നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന വെബ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം പല രീതിയിലും NVIDIA അനൗൺസ് ചെയ്യാം. ടു റെസിപ്പിയന്റ് എന്നുള്ള സ്ഥലത്ത് NVIDIA അനൗൺസ് ചെയ്യുന്നത് ആഡ് CC ഷിഫ്റ്റ് C, ആഡ് BCC ഷിഫ്റ്റ് B എന്നൊക്കെ അനൗൺസ് ചെയ്യും. അവിടെ നമ്മൾ എൻറ്റർ ചെയ്യാതെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൽ ID ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്റെ പൂർണ്ണ സംശയം എന്ന് പറയുന്നത് സംഗീത ടൈപ്പ് ചെയ്തത് അവിടെ ആയിരിക്കും. ആഡ് CC എന്നുള്ള ഓപ്ഷനിൽ എൻറ്റർ കൊടുക്കാതെ ഒരിക്കലും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ. അത് തന്നെ. നമുക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, എനിക്കും ഡൗട്ട് ഇല്ല. ഹരിപ്രിയ? ഡൗട്ട് ഇല്ല. ഓക്കെ, സംഗീതക്ക് ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കാം, കുഴപ്പമില്ല. ഇല്ലടാ, എനിക്ക് ആ ഒരു ഇത് മാത്രമേ ഒരു സംശയമായിട്ടുള്ളൂ. ആഡ് CCയിലത് അത് നാളെ ഞാൻ വന്നിട്ടൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ അത് ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമുക്കിവിടെ ടാബ് കൊടുത്തു നോക്കാം. Compose. Draft saved dialog. New message region. Table. CC. Search field list. CC recipients. Subject edit. Subject blank. നമ്മളിപ്പോ എവിടെ എത്തി? സബ്ജക്റ്റിലെത്തി. സബ്ജക്റ്റിലെത്തി. അതെ, സബ്ജക്റ്റിൽ നമ്മൾ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണെന്ന് ഞാൻ ചുരുക്കി പറയാം. നമ്മളിപ്പോ മെയില് എല്ലാ ആവശ്യം നമ്മൾ വെറുതെ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഒരാളോട് സംസാരിക്കും, മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സുഖമാണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് മെയിലാ നമ്മൾ അധികം ഉപയോഗിക്കാറുണ്ട്. നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് പ്രൊഫഷണൽ രീതിയിൽ ഒരു കമ്പനിക്ക് മെയിൽ അയക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജോബിന്റെ രീതിയിലോ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് അങ്ങനെ എന്തെങ്കിലും രീതിയിലായിരിക്കും അയക്കുന്നത്. അപ്പം ഈ മെയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മെയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോ ഞാൻ നിങ്ങൾക്കൊരു മെയിൽ അയക്കുക, ഞാൻ ഹായ് എന്ന് ഒരു മെയില് ആദ്യം നിങ്ങൾ വായിക്കുമ്പോൾ ഹായ് എന്ന് കിടന്നിട്ട് അതിന്റെ അകത്ത് ഞാൻ ഭയങ്കര പ്രധാനപ്പെട്ട മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ ഹായ് മാത്രമേ കാണൂ, അതിന്റെ അകത്ത് എന്തുണ്ടെന്ന് അറിയുന്നില്ല. ഈ ഹായ് കണ്ടാൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കൂ. അതായത് ഞാനിപ്പോ ഒരു മെയിൽ ഞാൻ അയച്ചു, വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മെയിൽ ഞാൻ അയച്ചു. പക്ഷെ നിങ്ങൾ പുറമെ കാണണമല്ലോ ഒരു മെയിൽ വന്നിട്ടുണ്ട്, അജീഷ് ഇങ്ങനെ ഒരു മെയിൽ അയച്ചിട്ടുണ്ട് എന്ന് കാണുമ്പോൾ അതിൽ ഹായ് എന്ന് മാത്രമാണ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, നോക്കില്ല. അപ്പൊ അത് തന്നെയാണ്
നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ഇപ്പൊ ഒരു എക്സാമ്പിൾ, നമ്മളൊരു റിക്വസ്റ്റ് ഒരു കമ്പനിക്ക് അയക്കുകയാണ്. അപ്പൊ അതിനകത്ത് എന്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാറുണ്ട്. അപ്പൊ ഈ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതിനെ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു ഷോർട്ട് ആക്കിയിട്ട് ഇതിനകത്ത് എന്താണോ ഉണ്ടാവാൻ സാധ്യത എന്ന് തോന്നുന്ന രീതിയിൽ ഷോർട്ടായിട്ട് നമ്മൾ എവിടെ ടൈപ്പ് ചെയ്യണം, സബ്ജക്റ്റിൽ ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ നിങ്ങൾക്ക് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് ആമോ സാറാണ് ടൈപ്പ് ചെയ്യുവാണ്. ഓക്കെ, ഓക്കെ, ആമോ സാറെന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ എന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് ഒരിക്കലും മറക്കരുത്. നമ്മൾ എന്താണോ അയക്കുന്നത്, നമ്മുടെ കണ്ടന്റ് എന്താണോ അതിന് ആ പുറം ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഹോം പേജിൽ നിന്ന് അവർ കാണുമ്പോൾ തന്നെ ഇതിന്റെ അകത്ത് ഇങ്ങനെ നമ്മളൊരു അത്യാവശ്യപ്പെട്ട മെസ്സേജ് ആണ് അല്ലെങ്കിൽ അതിനകത്ത് ഇന്നതായിരിക്കും ഉണ്ടാവാൻ സാധ്യത എന്ന് അവർക്ക് അറിയാൻ പറ്റുന്ന രീതിക്ക് ഷോർട്ടായിട്ട് നമ്മൾ എവിടെ ഉണ്ടാവണം, സബ്ജക്റ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. നമുക്കിനി ഇവിടെ നിന്ന് ടാബ് കൊടുത്തു നോക്കാം. ശ്രദ്ധിച്ച് NVDA പറയുന്നത് നിങ്ങൾ കേൾക്കാനും മറക്കരുത്. Table, row 1, column 1, table, row 1, column 1, message body edit multi-line blank. ഇപ്പൊ എന്താ NVDA അനൗൺസ് ചെയ്തത്? മെസ്സേജ് ബോഡി എഡിറ്റ് കോളം 1 മെസ്സേജ് ബോഡി എഡിറ്റ് ബ്ലാങ്ക്. ഓക്കെ, മെസ്സേജ് ബോഡി ആണ് അത്. ആ മെസ്സേജ് ബോഡി എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു മെയിൻ ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ ഒരാൾക്ക് മെയിൽ അയക്കും, അപ്പൊ ഇതിനകത്ത് ഒരുപാട് റിക്വസ്റ്റുകൾ ഉണ്ടാവാം, എന്ത് രീതിയിലുള്ള ആവട്ടെ. അപ്പൊ അതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഇവിടെയാണ്. നമുക്ക് ആദ്യം നമ്മളൊരു കമ്പനിയിലാണ് ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ നമുക്ക് ആ കമ്പനിയിലെ മെയിൽ വായിക്കുന്നത് ആരെന്ന് അറിയില്ല എങ്കിൽ നിങ്ങൾ ഇവിടെ ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത് എന്തായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഹായ് മാം Dear sir. അല്ലെങ്കിൽ ഹായ് സാർ. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഡിയർ സാർ സ്ലാഷ് മാഡം എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മളൊരു കമ്പനിക്ക് മെയിൽ അയക്കുവാണ്, ആ മെയിൽ ആരായിരിക്കും വായിക്കുക എന്ന് നമുക്ക് അറിയില്ല എങ്കിൽ നമ്മൾ അങ്ങനെ ടൈപ്പ് ചെയ്യണം. പിന്നെ അതല്ല, നിങ്ങളൊരു സാറിനാണ് അയക്കുന്നതെങ്കിൽ ഡിയർ സാർ അല്ലെങ്കിൽ നിങ്ങൾ പേര് കൊടുത്ത ഡിയർ ആമോ സാർ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാന്നുള്ളതാണ്. നമ്മളൊരു സാറിന് ബഹുമാനം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, ആദ്യത്തെ സെന്റൻസ് ടൈപ്പ് ചെയ്യണം. ഞാനിവിടെ ഡിയർ സാർ എന്ന് ടൈപ്പ് ചെയ്യുവാണ്. ഓക്കെ, സാർ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തു. ഇനി നമ്മളിവിടെ നമ്മൾ വേർഡിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ കോമ ടൈപ്പ് കോമ ഞാനിവിടെ എൻ്റർ കൊടുത്തു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിന്റെ താഴോട്ടാണ് നമുക്ക് എന്താണോ ആവശ്യം, നമ്മൾ എന്താണോ നമ്മുടെ കണ്ടന്റ് അതാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ടൈപ്പ് ചെയ്യുമ്പോൾ കോമ ചേർക്കേണ്ടടുത്ത് ആഡ് ചെയ്യാനും ഡോട്ട് ഇടേണ്ടത് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത് ഫുൾ സ്റ്റോപ്പ് ഇടാനും നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഹായ് എന്ന് മാത്രമേ ഇടുന്നു. ഹായ്. ഓക്കെ, ഹായ് ഐ ആം നജീഷ് എന്ന് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ ലാസ്റ്റ് സെന്റൻസ് ആണ്. ഇവിടെ ഞാൻ എൻ്റർ കൊടുത്തു. സോറി, എൻ്റർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കോമ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് എൻ്റർ കൊടുത്തു. ഇനി ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് ആണ്. Not hearing anything, turn up not D. H. A. ഹലോ, പറയേ. NVDA ശബ്ദം കേൾക്കുന്നുണ്ടോ? Inbox. ഇല്ല. I am dear sir, dear sir. I am line feed. D. അല്ല, ഓക്കെ, ഞാനിവിടെ റിഗാർഡ്സ് എന്ന് ടൈപ്പ് ചെയ്തു. G. A. D. S. Regards. ഈ റിഗാർഡ്സ് Blank. S. Blank. അറിയാം. A. G. E. ഓക്കെ ഓക്കെ, REGARDS. Blank. R. E. ആണല്ലോ കൊടുത്തിരിക്കുന്നത്. Blank. S. Blank. Line feed. ഇവിടെയും നമ്മൾ കോമ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, കോമ എൻ്റർ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ പേര് ടൈപ്പ് ചെയ്യണം. നമ്മുടെ പേരാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, നമ്മുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യണം. ഓക്കെ, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു,
ഫസ്റ്റ് സബ്ജക്റ്റ് ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് ചെയ്തു? ഞാൻ പറയട്ടാ? ഞാൻ പറഞ്ഞോ. പറയട്ടെ. പായസ് പറഞ്ഞോ. ഫസ്റ്റ് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സബ്ജക്റ്റ് ടൈപ്പ് ചെയ്ത്, മെസ്സേജ് ബോർഡ് ടൈപ്പ് ചെയ്ത്, പിന്നെ നമ്മള് അതല്ല, ആദ്യത്തെ സ്റ്റെപ്പ് തൊട്ട് പറയണം. സംഗീത പറഞ്ഞു. നമ്മള് കമ്പോസ് ബോക്സിൽ എത്തുമ്പോ ഫോം മോഡ് കൊടുത്ത് C പ്രസ് ചെയ്ത് കമ്പോസ് പേജിൽ എത്തും. അവിടെ നമ്മുടെ ഡിഫോൾട്ട് ഫോക്കസ് എന്ന് പറയുന്നത് ടു റെലവന്റ് എന്ന് പറയുന്ന അടുത്തായിരിക്കും. ശരിയാണോ? സംഗീത, നിങ്ങള് NVDA പറയണ ശ്രദ്ധിക്കണം. ടു റെലവന്റ് അല്ല, ടു റെസിപ്പിയന്റ് ആണ്. റെസിപ്പിയന്റ്. ടു റെസിപ്പിയന്റ് എന്ന് പറയുന്ന സ്ഥലത്തെത്തും. നമ്മുടെ ഡിഫോൾട്ട് ഫോക്കസ് അവിടെ ആയിരിക്കും. അവിടെ നമ്മുടെ ഇമെയിൽ ID ആർക്കാണോ അയക്കുന്ന അയാളുടെ ഇമെയിൽ ID കൊടുക്കുക. ശേഷം നമ്മള് എന്താ പറയാ, ഷിഫ്റ്റ് ടാബോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സബ്ജക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ എത്തുക. അവിടെ നിന്ന് ശേഷം നമ്മൾ എൻ്റർ കൊടുത്തതിന് ശേഷം അവിടെ എൻ്റർ കൊടുക്കണോ? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു എഡിറ്റ് ബോക്സ് ആണ്. അവിടെ നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ന്യൂ ലൈൻ ക്രിയേറ്റ് ആവും. അവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോ നമ്മൾ സബ്ജക്റ്റിൽ എത്തിയ ശേഷം അവിടെ നമ്മൾ എന്താണോ നമ്മൾ കൊടുക്കേണ്ട ആ ഒരു ഹെഡിങ്, ആ ഒരു ഹെഡിങ് ആണ് ഉദ്ദേശിക്കുന്നത്, അത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ ടാബോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ പറയാ, മെസ്സേജ് ബോഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ എത്തുക. അവിടെ എത്തിയതിനു ശേഷം നമ്മള് ഇപ്പൊ നമ്മൾ ആർക്ക് അയക്കുന്ന രീതി എന്ന് പറയുന്നത് ഡിയർ സാർ അല്ലെങ്കിൽ ഡിയർ സാർ / മാഡം എന്ന് കൊടുക്കുക, കോമ ഇടുക, ശേഷം എൻ്റർ കൊടുക്കുക. പിന്നെ നമ്മുടെ മാറ്റർ എന്താണോ അതവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എൻ്റർ കൊടുക്കുക. പിന്നെ താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് എന്ന് കൊടുക്കുക, കോമ ഇടുക, എൻ്റർ കൊടുക്കുക, താഴെ നമ്മുടെ നെയിം കൊടുക്കുക. ഇത്രയാണ് നമ്മുടെ സ്വന്തം പേര് എഴുതുക. ഇത്രയും പറഞ്ഞത് കറക്റ്റ് ആണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ചോദിച്ചു. ഓൾറെഡി ഞാൻ ഇത് നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ മറന്നുപോയതാണ്. നമ്മളിപ്പോ കമ്പോസ് പേജിൽ എത്തുമല്ലോ, അവിടെ നമ്മുടെ ഡിഫോൾട്ട് ഫോക്കസ് ടു റെസിപ്പിയന്റിലായിരിക്കും ഓൾറെഡി. ഒരു പക്ഷേ നമ്മള് അവിടെ കൊടുത്തത് തെറ്റിപ്പോയി. അപ്പൊ നമ്മൾ അറിയാതെ സബ്ജക്റ്റ് അറിയാതെ ഷിഫ്റ്റ് ടാബോ യൂസ് ചെയ്ത് സബ്ജക്റ്റ് മെസ്സേജ് ബോഡിയിലൊക്കെ എത്തി. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഓർത്തത് നമ്മൾ ടു റെസിപ്പിയന്റിൽ കൊടുത്ത ആ ഒരു മെയിൽ ID തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ തിരിച്ചു വരാൻ പറഞ്ഞുതരാം. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലോട്ടും ഷിഫ്റ്റ് ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിലോട്ടും വരുന്നതാണ്. അപ്പം നമ്മളിപ്പോ മെസ്സേജ് ബോഡിയിലല്ലേ നിൽക്കുന്നത്. ഞാനിവിടെ നീ പറഞ്ഞതുപോലെ തന്നെ കൈ തട്ടി മെസ്സേജ് ബോഡിയിൽ വന്നതാണെന്ന് കരുതുക. ഞാനിവിടെ ടു റെസിപ്പിയന്റിൽ പോവുകയാണ്. ഷിഫ്റ്റ് ടാബാണ് യൂസ് ചെയ്യുന്നത്. സബ്ജക്ട് എഡിറ്റ് ആമോസ് ആർ എന്ന് പറഞ്ഞു. Table C02 column 2 search field list CC recipients combo box collapsed from auto CC recipients combo box focused collapsed from auto complete editable റെസിപ്പിയന്റ് ആണ് പറയുന്നത്. subject edit Amos CC select contacts link row 1 search field list the recipients combo box കണ്ടോ, ഷിഫ്റ്റ് ടാബ് കൊടുത്തു വരുമ്പോ എന്ത് ചെയ്യും? ടു റെസിപ്പിയന്റ് എന്നുള്ള the ഓപ്ഷൻ recipients combo box focused collapsed from auto complete editable 1 selected blank കണ്ടോ, അങ്ങനെ പറഞ്ഞു. ഇനി ഇവിടെ അഥവാ തെറ്റാണ്, ഞാനിവിടെ ബാക്ക് സ്പേസ് കൊടുക്കും. blank Anishtox office the recipient ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി വേറെ ടൈപ്പ് ചെയ്യണം. Amaso 00 അത് കൊടുക്കും. Anishtox official compose draft save dial CC select contacts C02 search field subject edit ഓക്കെ, ഞാൻ അവിടെ മെയിൽ ID കൊടുത്തു. വീണ്ടും സബ്ജക്റ്റിൽ വന്നു. ആ ഒരു ഡൗട്ട് ക്ലിയർ ആയോ? ഓക്കെ. അതായത് നമ്മൾ തിരിച്ച് ഷിഫ്റ്റ് ടാബ് കൊടുത്ത് ടു റെസിപ്പിയന്റിന്റെ അവിടെ എത്തുക. നമ്മൾ കൊടുത്താൽ മതി. ബാക്ക് സ്പേസ് എടുത്ത് അത് കളഞ്ഞിട്ട് അവിടെ ശരിക്കുള്ളത് കൊടുക്കുക. അതെ, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് വീണ്ടും ടൈപ്പ് ചെയ്യാൻ വേണ്ടി വരും. വേറെ എന്താ ഡൗട്ട് ഉണ്ടോ? വേറെ അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ.
ഈ എക്സാമിന് വരുമ്പോ ഉണ്ടല്ലോ. ആ കാര്യങ്ങൾ ഹലോ. പിന്നെ ചെയ്താൽ പോരെ, നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുവാണ് ക്ലാസ്. ഓക്കെ ഓക്കെ ശരി ശരി. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്താണ് ചെയ്യണേ, ഇനി അടുത്ത ടാബ് കൊടുത്ത് മെസ്സേജ് ബോഡി വല്ലതും വന്നു. Table. Row 1 column 1. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരിക്കൽ ഒരു ടാബ് കൊടുക്കാം. Manage storage link not enough. ഓക്കെ, ഇതിപ്പോ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരില്ല കേട്ടോ. Send control enter button. ഇവിടെ എന്ത് ഓപ്ഷൻ കണ്ടു, നമ്മളൊരു സെൻഡ് ബട്ടൺ കിട്ടി. നമുക്ക് ഈ ഒരു സെൻഡ് ബട്ടണില് വേറൊരു രീതിയിൽ നമ്മളിപ്പോ ഈ മെസ്സേജ് ബോഡിയിലോ ഈ ഒരു നമ്മുടെ കമ്പോസ് പേജിന്റെ എവിടെ നിന്നിട്ടായാലും കൺട്രോൾ എൻ്റർ കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ സെൻഡ് ബട്ടണിൽ എത്തിയിട്ട് എൻ്റർ കൊടുക്കുന്നു. In alert cancel. In alert undo. Inbox 451 adishrammer@gmail.com. Gmail document blank. ഓക്കെ, എന്റെ മെയില് സെൻഡ് ആയിട്ടുണ്ട്. ഇത് വിൻഡോസ് 10 ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെൻഡ് മെസ്സേജ് എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും NVDA. എന്റെ വിൻഡോസ് 11 ആയതുകൊണ്ടാണ് അങ്ങനെ അനൗൺസ് ചെയ്യാത്തത്. ജസ്റ്റ് Your meeting will end in 10 minutes window. എന്ന് മാത്രമേ പറയുള്ളൂ. ഓക്കെ, Inbox 4. അപ്പം Code review. Inbox 4. ഓക്കെ, ഇന്നത്തത് ഇത്രേ ഉള്ളൂ. ഇതുവരെ ചോദിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Section. Skip to screen ഇവരെ sharing. ചോദിച്ചത് Workplace column. ഇല്ല. Column 4. ഞാൻ ചെറിയൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഓക്കെ, ചോദിച്ചു. നമ്മൾ ഇതുവരെ ചെയ്തതില് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സെൻഡ് കൊടുത്താൽ പോവില്ല. അതായത് നിങ്ങൾ റെസിപ്പിയന്റിലോ വേറെ നിങ്ങൾ സബ്ജക്റ്റിലോ മെസ്സേജ് ബോഡിയിൽ എന്ത് തെറ്റ് ടൈപ്പ് ചെയ്താലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. വരുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെസിപ്പിയന്റിലോ BCCയിലോ CCCയിലോ കൊടുക്കുന്ന മെയിൽ ID എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, മെയിൽ സെൻഡ് ആവില്ല. സെൻഡ് ആവാതെ ഒരു വാർണിംഗ് മെസ്സേജ് വരുന്നതായിരിക്കും. പിന്നെ അടുത്ത നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും സൈഡിൽ നിന്ന് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇത് ക്രാഷ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ പോയി കിടക്കുന്നതായിരിക്കും. അതിന്റെ ക്ലാസ് നമുക്ക് അടുത്തൊരു ദിവസം എടുക്കാം. ഇന്ന് നമ്മൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൂഗിൾ ക്രോമില് നമ്മളെ PC അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നും ഗൂഗിൾ ക്രോമില് നമ്മുടെ മെയിൽ ID യൂസ് ചെയ്ത് gmail.com സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഒരാൾക്ക് മെയിൽ അയക്കാം എന്നുള്ളതായിരുന്നു. ഇതിൽ ഇത്രയും നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് നാവിഗേഷൻ പറഞ്ഞു, എന്നിട്ട് ഷോർട്ട് കട്ട് കീസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പോസ് പേജിൽ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, റെസിപ്പിയന്റിൽ മെയിൽ കൊടുത്തു. ഷിഫ്റ്റ് ടാബ് കൊടുത്ത് നമ്മൾ CTയിൽ വന്നു. അവിടെ നമ്മൾ മെയിൽ ID കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ടാബ് കൊടുത്ത് സബ്ജക്റ്റിൽ വന്നു, ഒരു സബ്ജക്റ്റ് കൊടുത്തു. വീണ്ടും ടാബ് കൊടുത്തു, മെസ്സേജ് ബോഡിയിൽ വന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തു, ടാബ് കൊടുത്തു, സെൻഡ് ബട്ടണിൽ വന്നു, എൻ്റർ ചെയ്തു. അതോടുകൂടി നമ്മൾ മെയിൽ എന്തായി, സെൻഡ് ആയി. ഇത്രയാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. സംഗീത? ഇല്ലടാ. ഓക്കെ, അപ്പൊ ഇതുവരെയും ക്ഷമയോടെ ഈ ക്ലാസ്സിൽ നിന്ന് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ നന്ദിയുണ്ട്. അപ്പം അടുത്ത ക്ലാസ്സിൽ നാളെ കാണാം. ബൈ ബൈ.